വിച്ചൂട്ടാ, ലച്ചുമോൾ എന്താ എന്ന് നഴ്സറി വരാത്തേന്ന് നമുക്കേ വീട്ടിൽ ചെന്നിട്ട് വല്യമ്മ വിളിച്ച് ചോദിക്കാം. ടീച്ചർ പറഞ്ഞു ലച്ചുമോൾക്ക് പനിയാന്ന്. ആണോ? പനിയാണെന്നോ? എന്നിട്ടെന്താ ആരും അമ്മയും മുത്തച്ഛനൊന്നും വിളിച്ച് പറയാത്തെ? നമുക്ക് അവിടെ ചെന്നിട്ട് വിളിക്കാട്ടോ, എന്താ പറയാത്തേന്ന് ചോദിക്കാം. ഡേ, നീ ഇപ്പൊ നിന്റെ വീട്ടിൽ ഇരുന്ന് എനിക്കെതിരെ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേടി. നിനക്ക് വേറൊരു പണിയും ഇല്ലടി. അല്ല, ഇതെന്താ അമ്മ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചോദിക്കാൻ? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അതിലൊരു ജോലിയാ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. മോനെ നഴ്സറിന്ന് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവുക. ആനോ എടി, സ്വന്തം ഭർത്താവിനെ അവന്റെ വീട്ടുകാർക്കെതിരെ തിരിക്കുന്നതും നിനക്കൊരു ജോലിയാണോടി? ആണോ? ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ മറുപടി പറയാ? ഏത് കാര്യത്തിലാണ് ഇന്ദ്രേട്ടൻ നിങ്ങൾക്ക് എതിരായതെന്ന് പറ. ഏത് കാര്യത്തിലാ അവനിപ്പോ എനിക്കെതിരല്ലാത്തത്? പറ. എടി, നീ പറഞ്ഞിട്ടില്ലടി അയാൾക്ക് അവൻ ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത്, അല്ലേ? ബാങ്ക് അക്കൗണ്ട് തുറന്നെടുത്തെന്നോ? ആർക്ക്? അച്ഛനോ? ഓ, അച്ഛനല്ല, കൊച്ചൻ. ദേ, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീ ഇന്ദ്രനെ കൊണ്ട് അയാളെ അച്ഛനൊന്നും വിളിപ്പിക്കോടി. അയ്യോ, അച്ഛനെന്ന് വിളിക്കാൻ ഞാൻ എന്തിനാ പഠിപ്പിക്കുന്നെ? ചെറുപ്പത്തില് നമ്മള് ആദ്യം പഠിക്കുന്ന വാക്കുകളല്ലേ അച്ഛൻ, അമ്മ എന്നൊക്കെ. അല്ല, അമ്മ ഇന്ദ്രേട്ടന്റെ മുഖത്ത് നോക്കി നീ എന്റെ സ്വന്തം മകനല്ലെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പണ്ട് പഠിച്ചു വെച്ചതുപോലെ അമ്മയെന്ന് തന്നെയല്ലേ വിളിക്കുന്നേ. അതുപോലെ അച്ഛൻ എന്ന വാക്ക് അദ്ദേഹം എപ്പോഴെങ്കിലും പഠിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ആരും പറയാതെ തന്നെ ആ നാക്കില് വന്നിരിക്കും. ഓ, അപ്പൊ നീ ഞാനുമായിട്ട് അംഗം കുറിക്കാൻ തീരുമാനിച്ചിരിക്കുവാണല്ലേ? എന്റെ അമ്മ വഴിയിൽ വന്ന് നിന്ന് ഉണ്ണിയാർച്ചയാവാൻ നോക്കാതെ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. പിച്ചുവൻ രാവിലെ നഴ്സറിയിലേക്ക് പോയതാ. അവന് വീട്ടിൽ ചെന്നിട്ട് വേണം എല്ലാം കഴിക്കാൻ കൊടുക്കാൻ. ഓ, അവളുടെ ഒരു അമ്മ സ്നേഹം. വേറെ ആർക്കും മക്കളൊന്നും ഇല്ലാത്തതുപോലെ. മോനെ വിച്ചൂട്ടാ, നീ അച്ഛമ്മയ്ക്ക് വേണ്ടി കുറച്ചു നേരം ഒന്ന് നിക്കണേ. അച്ഛമ്മ ഞങ്ങളോട് വീട്ടിൽ വാ. അയ്യോ, ആ വീട്ടിലേക്ക് അച്ഛമ്മ വരില്ല മോനെ. മോനെ ഇപ്പൊ തന്നെ അച്ഛമ്മ വിട്ടേക്കാം, എന്നിട്ട് പോയി ഭക്ഷണം കഴിച്ചോ. എടി, നീ നിന്റെ അച്ഛനും കൂടി എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചവന്റെ ബാഗിലെ 2 ലക്ഷം രൂപയുണ്ടായിരുന്നു. ആ പണം അയാളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ഇന്ദ്രൻ അയാളോട് പറഞ്ഞ കാര്യം എനിക്കും അറിയാം. ഇനി എന്തൊക്കെയാടി നീ അവനെ കൊണ്ട് അങ്ങേർക്ക് വേണ്ടി ചെയ്യിക്കാൻ പോകുന്നത്? അല്ല, അമ്മയെല്ലാം അറിഞ്ഞു വെച്ച് സംസാരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഒരാളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അയാളെ നേരിട്ട് പോണമെന്നാ എന്റെ അറിവ്. അതിനുവേണ്ടി ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് പോയതായിട്ട് അമ്മയ്ക്കറിയോ? ഇല്ല. അപ്പൊ പിന്നെ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ ആ പണം ഇന്ദ്രേട്ടന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയോ എന്നായിരിക്കും അമ്മയുടെ സംശയം. അതിനും അവൻ ആരുടെയും പൈസയൊന്നും എടുത്തോണ്ട് പോവില്ല. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് നിന്റെ ബുദ്ധിയായിരിക്കും. അമ്മേ, ഇതിനൊക്കെ എന്തിനാ ഇത്രയധികം ബുദ്ധി? എനിക്കിപ്പം 2 ലക്ഷം രൂപയുടെ ആവശ്യമൊന്നും ഇല്ല. അഥവാ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആരോടെങ്കിലും ചോദിച്ചു വാങ്ങിക്കല്ലാതെ അമ്മ പറഞ്ഞോ ഈ ബുദ്ധിയൊന്നും അതിനു വേണ്ടി ഉപയോഗിക്കില്ല. ഓഹോ, ഒരു ശീലാവതി. നീ അത്രയ്ക്ക് വലിയ സത്യസന്ധയാണെങ്കിലേ അയാളുടെ ബാഗിലിരുന്ന 2 ലക്ഷം രൂപ എവിടെയാടി? പറ. ഓ, അപ്പൊ അത് അദ്ദേഹത്തിന്റെ ബാഗിൽ ഇല്ലാന്നുള്ള കാര്യം അമ്മ ഉറപ്പിച്ചു. കൊള്ളാം, കൊള്ളാം. എന്തായാലും അമ്മ ഇത്രയും അന്വേഷണാത്മകമായിട്ട് അധ്വാനിച്ചതല്ലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. പക്ഷെ എന്റെ ഒരു ഊഹവാ, ആ പണം അദ്ദേഹമേ ആ വീടിന്റെ കിച്ചണിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതെ. അല്ല, അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പം അവിടെ ആണല്ലോ. പിന്നെ അമ്മ ഇതൊരു ചലഞ്ചായിട്ട് എടുത്തോ. ആ പണവേ അവിടെ തന്നെ ഉണ്ട്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അമ്മ കണ്ടെത്തിക്കോ. പിന്നെ ആ പണം അമ്മയ്ക്ക് സ്വന്തമാ. അല്ല,
പിന്നെ ഇക്കാര്യം നമ്മള് മാത്രമേ അറിയാവൂ. ആ എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ. ലച്ചുമോനെ, അച്ഛമ്മക്ക് ടാറ്റ കൊടുക്ക. ടാറ്റാ. ടാറ്റാ. ആ നമുക്ക് വീട്ടിൽ പോയിട്ട് പാലും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കാട്ടോ.